Hello everyone. In this part, we are going to learn module 3, that is production. So first we'll see what production is. Production is the transformation of input into output. അതായത് കുറെ ഇൻപുട്ടുകൾ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് ഔട്ട്പുട്ട് ആക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണ്ടി വരും. അതിൽ ഒരുപാട് ഇൻപുട്ട് പാർട്സ്, കീബോർഡ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണം. അതൊക്കെ ആ ഇൻപുട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ടായ ലാപ്ടോപ്പ് കിട്ടും. അതിനെ വിളിക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. വോണ്ട് സാറ്റിസ്ഫൈങ് നീഡ്സ് ആണ് യൂട്ടിലിറ്റി. അതായത് ഒരു എന്തെങ്കിലും ഉപയോഗമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. സോ ഇൻ ഓർഡർ ടു അക്വയർ ദ ഇൻപുട്ട് എ ഫേം നീഡ്സ് ടു പേ ഫോർ ദം. അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഇൻപുട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാശ്. സപ്പോസ് ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തടി കഷ്ണം വേണം, പെയിന്റ് വേണം. ആ ഇൻപുട്സിന്റെ കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് വൺസ് ദ ഔട്ട്പുട്ട് ഹാസ് ബീൻ പ്രൊഡ്യൂസ്, ദ ഫേം സെൽസ് ഇറ്റ് ആൻഡ് ഏൺസ് റവന്യൂ. ഫേം എന്ത് ചെയ്യും? ഈ കോസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതിനു ശേഷം ഇത് സെല് ചെയ്തിട്ട് റവന്യൂ ഏൺ ചെയ്യും. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് റവന്യൂ ഇസ് കോൾഡ് പ്രോഫിറ്റ്. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനവും നമുക്ക് ചെലവായ പൈസയും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ബേസിക് terms. Now about production function. It is a mathematical relationship between input and output. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന, മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു കാര്യമാണ് എന്താ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് ഇക്വേഷൻ ഇസ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഇതെല്ലാം അതിന് യൂസ് ചെയ്യുന്ന ഇൻപുട്സ് ആണ്. ഓക്കെ, ക്യൂ ഇസ് ദ ഫംഗ്ഷൻ ഓഫ്, എഫ് മീൻസ് ഫംഗ്ഷൻ, ഫംഗ്ഷൻ ഓഫ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്സ്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, മാനേജറിയൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആൻഡ് ടെക്നോളജി. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗിവൺ എമൗണ്ട് ഓഫ് ഇൻപുട്ട്. ഓരോ കേസിലും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിഫർ ചെയ്യുന്നു. ലാപ്ടോപ്പിന്റെ കേസിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ല ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ. സോ അതിന്റെ ഇൻപുട്ട് ഒക്കെ വേരി ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഇസ് ഡിഫറെന്റ്. ഫോർ ദ ടൈം ബീങ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ദ മാത്തമാറ്റിക്കൽ ഓർ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഫോർമുല നോക്കി വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Now about Cobb-Douglas production function. It is a production function that was found by two economists known as H. Cobb-Douglas and H. Douglas and C.W. Cobb. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓൺലി ടു ഫാക്ടേഴ്സ്. രണ്ട് ഇൻപുട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ത്രീ ഇൻപുട്ട് വരാം ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കോബ് ഡഗ്ലാസിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓൺലി ടു ഇൻപുട്സ്, ദാറ്റ് ഇസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇത് വെച്ചിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതാണ് കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇപ്പൊ സാധാരണ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ പോലെ Q ഈക്വൽ ടു കെ ഹോൾ റേസ് ടു എ, കെ എൽ ഹോൾ റേസ് ടു എ, സി ഹോൾ റേസ് ടു 1 മൈനസ് എ. ഇവിടെ Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, L means labor and C means capital. K എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് ക്യാപിറ്റൽ അപ്പാർട്ട് ഫ്രം ലേബർ ആൻഡ് അപ്പാർട്ട് ഫ്രം ക്യാപിറ്റൽ ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ കെയിൽ ഇൻക്ലൂഡഡ് ആവും. അതായത് വേറെ വരുന്ന ഇൻപുട്സ് ഇല്ലേ, അതായത് ടെക്നോളജി, ഓർഗനൈസേഷൻ, ബാക്കി ഇൻപുട്ട് എല്ലാം നമ്മൾ ഈ കെയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ആൻഡ് എ ആൻഡ് 1 മൈനസ് എ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ് എ ആൻഡ് 1 മൈനസ് എ. ഇതിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഇൻപുട്ട് മാത്രം, ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻപുട്ട് മാത്രമേ ഇത് എന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് കോബ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലെറ്റ്സ് സീ ലോ ഓഫ് പ്രൊഡക്ഷൻ. ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഉള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് പ്രൊഡക്ഷൻ. അതായത് ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലോ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഷോർട്ട് റൺ ഇസ് കോൾഡ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്
or law of variable proportion. And long റണ്ണിലെ ലോനെ നമ്മൾ എന്ത് വിളിക്കും? ലോ ഓഫ് പ്രൊഡക്ഷൻ വിളിക്കുന്ന പേരാണ് law of return to scale. So we'll see in next part in detail what is law of diminishing returns and law of return to scale. So for the time being, we have seen what is production function, Cobb-Douglas production function, and basics to law of production.